കുങ്കുമപ്പൂ എന്ന സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രമായി മലയാളികൾക്ക് പ്രിയപ്പെട്ട നടി ആശാ ശരത്ത് ഫ്രൈഡേയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആശാ ശരത്ത് എന്റർടൈൻ ന്യൂസിനൊപ്പം ചേരുന്നു. ശ്രീമതി ആശാ ശരത്ത്, സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. ഏതായാലും സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു. ഇനി സിനിമയിൽ ഒരു ചുവടുവയ്പ്പാണ്, അതും ഫ്രൈഡേ എന്ന ഒരു വ്യത്യസ്തമായ കഥ പറയുന്ന ചിത്രമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയിലൂടെ. എന്താണ് ഫ്രൈഡേയിലെ കഥാപാത്രത്തെക്കുറിച്ച് ആദ്യം? ഫ്രൈഡേയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് പാർവതി എന്നാണ്. സിനിമയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ആലപ്പുഴ ടൗണിൽ നടക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ജീവിതം എങ്ങനെയാണ് ആ ഒരു ദിവസം ഫ്രൈഡേ 11/11 അതാണ് ആ സിനിമ പറയുന്നത്. ഒരു കൊച്ചു സിനിമ. ഞാനും എന്റെ ഭർത്താവായി അഭിനയിക്കുന്ന പ്രകാശ് ഭാരയും ബാംഗ്ലൂരിൽ നിന്ന് അവിടെ എത്തുന്ന ആലപ്പുഴ ടൗണിൽ ആ ഒരു വെള്ളിയാഴ്ച എത്തുന്ന ഞങ്ങളുടെ ഒരു പോർഷൻ ആ ഒരു കഥയാണ് പറയുന്നത്. വൺ ഡേ മെനി സ്റ്റോറീസ് എന്ന് പറയുന്ന പോലെ കുറെ കഥകൾ അതിൽ വരുന്നുണ്ട്. എന്തായാലും ജയന്തിയായി തന്നെയാണ്, ലൊക്കേഷനിൽ നിന്നാണ് ഇവിടെ അതിഥിയായി എത്തുന്നത്. ഈ വസ്ത്രധാരം തന്നെ പ്രേക്ഷകർക്ക് അറിയുന്നതാണ്, ജയന്തി എന്ന രൂപമാണ്. ഒരു കണ്ണടയും കൂടെ ആവശ്യമായിരുന്നു. എന്തായാലും സീരിയലിൽ നിന്ന് സിനിമയിലേക്കുള്ള മാറ്റമാണ്. തീർച്ചയായും സിനിമ ഏതായാലും അഭിനേതാക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മേഖല തന്നെയാണ് സീരിയലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു മാറ്റത്തെ കാണുന്നത്? സീരിയലിനെ അപേക്ഷിച്ച് സിനിമയിലെ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു അഭിനയ രംഗത്ത് ഇപ്പൊ സിനിമ എന്നോ സീരിയലെന്നോ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നില്ല. ബേസിക്കലി ഞാനൊരു നർത്തകിയാണ്, ശാസ്ത്രീയ നൃത്തം അവതരിപ്പിക്കുന്ന ഒരു നർത്തകിയാണ്. അഭിനയം എന്റെ ഒരു മോഹമാണ്, ഒരു ഇഷ്ടമാണ്. അതിലിപ്പോ സിനിമയെന്നോ സീരിയലെന്നോ വേർതിരിച്ച് കാണുന്നില്ല. നല്ല കഥാപാത്രങ്ങൾ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഫ്രൈഡേയിലെ ഈ പാർവതി എന്ന് പറയുന്ന ആ ഒരു റോള് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഒരു വ്യത്യസ്തമായ സിനിമയായി തോന്നി. അങ്ങനെ എല്ലാം കൊണ്ടാണ് പാർവതി എന്ന് പറയുന്ന കഥാപാത്രത്തെ സ്വീകരിച്ച് അത് അവതരിപ്പിക്കുവാൻ. എങ്കിലും നടീനടന്മാർക്ക് ഒരു സാധ്യത കൂടുതൽ നൽകുന്ന ഒരു പക്ഷേ സിനിമയായിരിക്കും. സീരിയൽ എന്ന് പറയുമ്പോൾ കൃത്യ ദിവസം കൊണ്ട് ഒരു മാസത്തെ ഷൂട്ട് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടേക്കുകൾ എടുത്തു പോവുകയായിരിക്കും. സിനിമയിലാണെങ്കിൽ കുറച്ചുകൂടി സമയമുണ്ട്. ഓരോ രംഗവും അത്ര ഒരു കൃത്യതയോടുകൂടി സംവിധായകന്റെ തൃപ്തി വരുന്ന അത്ര നേരം എടുക്കാനുള്ള ഒരു സമയം കൂടി ചിലപ്പോൾ കിട്ടാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിനിമയ്ക്ക് ചില നേട്ടങ്ങളുണ്ട്. സിനിമയ്ക്ക് തീർച്ചയായും നേട്ടങ്ങളുണ്ട്. ഇന്ന് വിചാരിച്ച സീരിയലിന് കോട്ടങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം ഞാൻ കുടുംബ പ്രേക്ഷകരിൽ ഒരു ആളായി അവരുടെ വീട്ടിൽ എന്നും സ്ഥിരമായി ചെല്ലുന്ന ജയന്തിയായി അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പാർവതിയെയും അത് ഇനി വരുന്ന കഥാപാത്രങ്ങളെ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സന്തോഷം ഇങ്ങനെ രണ്ട് മേഖലയിലും ജോലി ചെയ്യാൻ കഴിഞ്ഞത്. സീരിയലിലൊരു സീരിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് സീരിയൽ അറിയപ്പെടുന്നത് പോലും. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു മേൽക്കോയ്മ കിട്ടണമെന്ന് സ്വാഭാവികമായി ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ. അതുപോലുള്ള കഥാപാത്രങ്ങൾ തേടിയെത്തും എന്ന് പ്രതീക്ഷിക്കാം. ഫ്രൈഡേയിലെ കഥാപാത്രം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? എങ്ങനെയാണ് അത് സിനിമയിൽ ആ കഥാപാത്രം അവതരിക്കുന്നത്? ഫ്രൈഡേ ഞാൻ പറഞ്ഞതുപോലെ വൺ ഡേ മെനി സ്റ്റോറീസ് ആണ്. ഒരു ദിവസം നടക്കുന്ന, ഇപ്പൊ ഞാനും ബാക്കിയുള്ളവരും, ഇപ്പൊ എന്റെ മുമ്പിൽ മറ്റൊരാളുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരുപാട് പേർ ചേരുന്ന ഒരു സിനിമയാണ്. പല കഥാപാത്രങ്ങൾ, പല കഥകൾ എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും